ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ ഒരു വെയിറ്റ് ലോസ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഒന്ന് കൂടെ തന്നെ ഒന്ന് ലൈക്കും ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ഈ ഒരു പൊടിയാണ് ഞാൻ എടുത്തേക്കുന്നത്. വെയിറ്റ് ലോസ് ചെയ്യണവർക്കൊക്കെ നല്ലതാണ്. വിറകിൻ്റെ പുട്ടുപൊടി. അത് ഞാൻ ഒരു ഗ്ലാസ് എടുത്തിട്ട് നനച്ച് വെച്ചേക്കണേണ് കേട്ടോ. പുട്ടുപൊടിക്ക് നനക്കണ മാതിരി നനച്ച് വെച്ചേക്കാണ്. പിന്നെ താറാമുട്ടയാണ് ഞാൻ എടുത്തേക്കണത്. അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു 4 സവാള അരിഞ്ഞിട്ടുണ്ട്, ഒരു തക്കാളി, ഒരു പച്ചമുളകും, കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ചാമയരി എന്ന് പറഞ്ഞാൽ ഇതും മേടിച്ചിട്ടുണ്ട്. ഇത് വെച്ച് രാത്രി വെള്ളത്തിലിട്ടിട്ട് ഒരു 8 മണിക്കൂർ വെള്ളത്തിലിടണം, കഴുകി വരിയിട്ട്. എന്നിട്ട് ഇത് വെച്ച് ഉപ്പുമാവ് ഇട്ടാക്കി കൊടുക്കും കേട്ടോ. അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. പച്ചക്കറികളൊക്കെ ഇട്ടിട്ട് ക്യാരറ്റും നമുക്ക് ആവശ്യമുള്ള എന്തൊക്കെ കഷ്ണങ്ങളാണെന്ന് വെച്ചാൽ വേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ ഇട്ടിട്ട് നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കട്ടെ. പീസും ബീൻസും ക്യാരറ്റും ഒക്കെ ഇട്ടിട്ട് അത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ കാണിച്ചെന്നുള്ളത് ഇതാണ് പിക്കാക്ക് കൊടുക്കുന്നത്. പിന്നെ സലാഡ്, പിന്നെ ഉച്ചക്ക് ഒരു നേരം മാത്രമാണ് ചോറ് കൊടുക്കുന്നത്. വെയിറ്റ് കുറക്കാൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യണത്. ഗ്യാസ് കത്തിച്ചിട്ട് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. 4 സവാള അരിഞ്ഞ് വെച്ചതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് സവാളയൊക്കെ ഒന്ന് വാട്ടിയെടുക്കാം. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാൻ ചിരട്ടപ്പൂട്ടാണ് കേട്ടോ റെഡിയാക്കണം. ഇതിൻ്റെ ഉള്ളിലൊരു ചില്ലുണ്ടായിരുന്നതാണ്. എൻ്റെ ചില്ല് പോയി. ഇപ്പം ഞാൻ ചില്ലിട്ട് കൊടുക്കണില്ല. അതിന് വേണ്ടിയിട്ട് തേങ്ങ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ കൂടി പോകുകയൊന്നുമില്ല കേട്ടോ. ഇടുമ്പോൾ തന്നെ കുറച്ചങ്ങ് പോകും, പിന്നെ പോകുകയൊന്നുമില്ല, അതവിടെ തള്ളി നിൽക്കും. തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വിറകിൻ്റെ പൊടി നനച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. ഞാൻ കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് പൊടി ഇട്ട് കൊടുക്കാം. അമർത്തിയൊന്നും ഇടണ്ട കേട്ടോ, കുറച്ചങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ചെറിയ അടപ്പുകൊണ്ട് മൂടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ കുക്കറിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ സമയം സവാളയൊക്കെ വാടി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. തക്കാളി ഒന്ന് വാടിയിട്ട് ഉടഞ്ഞ് വരട്ടെ കേട്ടോ. പുട്ട് വെച്ചിട്ട് ആവിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ പുട്ട് റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളത് ഇതുപോലെ ചെയ്തെടുക്കാം. തക്കാളിയൊക്കെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂൺ, എരിവുള്ള മുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ, മല്ലിപ്പൊടി ഒരു 3/4 ടീസ്പൂൺ, മസാലപ്പൊടി 1/2 ടീസ്പൂൺ. പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നവരെ വഴറ്റി കൊടുക്കാം. മസാലയൊക്കെ ഇട്ടിട്ട് നല്ലോണം വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിതുവരെയും പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ടായില്ല. ഒരു പച്ചമുളക് 4 കീറിയതാണ്. അത് നമുക്ക് ഇപ്പം ഇട്ട് കൊടുക്കാം. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് തിളച്ച് വരട്ടെ. വലിയ ജീരകം പൊടിച്ചത് 1/2 ടീസ്പൂൺ. നമ്മൾ ഇവിടെ വീട്ടിൽ പൊടിച്ച മസാലയാണ്. അത് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മുട്ടയുടെ തൊണ്ട് കളഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ മുട്ടയുടെ ഇവിടെയൊക്കെ ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ. അത് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അങ്ങനെ വരകിൻ്റെ പുട്ടും താറാമുട്ട റോസ്റ്റും റെഡി ആയിട്ടുണ്ട് കേട്ടോ. വെയിറ്റ് ലോസ് ചെയ്യണവർക്ക് ഈ ഒരു പുട്ടും നല്ലതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ കുറച്ച് എണ്ണയാണ് ഒഴിച്ചേക്കണത്. മുട്ടക്കറിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടാണ് കേട്ടോ റോസ്റ്റ് റെഡിയാക്കിയേക്കണം, മുട്ട റോസ്റ്റ് റെഡിയാക്കിയേക്കണത്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.